Hello guys, welcome to my YouTube channel Apostrix. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലൊരു വർക്കാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അന്ന് കുറേ ആൾ എന്ന സംഭവം എനിക്ക് തിരിഞ്ഞില്ല. അപ്പോൾ ഇത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ വർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വീട്ടിൽ വെറുതെ ഒത്തിരിക്കുന്നതുകൊണ്ടും വേറെ പണിയില്ലാത്തതുകൊണ്ടും ഇത് വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വി ക്യാൻ ഗോ ടു അവർ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് നമ്മുടെ വർക്ക് അപ്ലോഡ് ചെയ്യണം. എങ്ങനെയാണ് ഗൂഗിൾ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ? ഇതിൻ്റെ 2 മെത്തേഡുകളാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ഈ ഗൂഗിൾ ഷീറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിലെ ഫങ്ഷൻസ് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാം. 2, വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിതെങ്ങനെ സബ്മിറ്റ് ചെയ്യാം, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അഫ്കോഴ്സ് നിങ്ങൾക്ക് വേണ്ടത് രണ്ടാമത്തതാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുക. എന്നിട്ട് ഗൂഗിൾ ഷീറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ഗൂഗിൾ ഷീറ്റ്. അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കിപ്പോൾ സമയമില്ല. സോ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ചെയ്താൽ അതാ ഇവിടെ ഉണ്ടാവും ഷീറ്റ്സ്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച ഒരു വർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വാട്സപ്പിൽ പോകണം, അത് ഓപ്പൺ ആക്കണം. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാവുക? അച്ചീവ്മെൻറ്റ് ആനന്ദ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ അങ്ങനെ അയച്ചു തരും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഷീറ്റ്സിൽ വേണേൽ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. നെയിം ഉണ്ടാവും, മാത്സിൽ കിട്ടിയ സ്കോർ ഉണ്ടാവും, പേഴ്സൻറ്റേജ് ഉണ്ടാവും, ഗ്രേഡ് ഉണ്ടാവും. ഇതാ നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യം. ഫ്രീക്വൻസി പോളിഗൺസ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും മീന്, മോഡ്, മീഡിയൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരുമല്ലോ. ആ വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയിമിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ഓരോ നെയിമും ഇവിടെ ഉണ്ടാവും. മഞ്ജു, നാച്ചു, ലാമിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിനേശൻ, നിങ്ങൾ ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അതെങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ, ഈ കള്ളി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അഖിൽ. ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് അഖിലിന് പകരം എന്ത് ചെയ്യുക? കണാരെന്നോ എന്തെങ്കിലും കൊടുക്കുക. അപ്പം ഇവിടെ അഖിലിന് പകരം കണാരൻ വന്ന്. അങ്ങനെ ഈ 30 പേരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് ഇവിടെ കൊടുക്കുക. ഇതെന്നെ കൊടുത്താൽ എന്താ? ഇതെൻ്റെ ടൈപ്പില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇപ്പം കണാരെന്ന് കൊടുത്തു. അടുത്ത കള്ളി തൊട്ട് അച്ചു വരും. അച്ചുവിനെ പകരം എന്നൊക്കെ എന്താ ചെയ്യുക? അനുന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ശരി കൊടുക്കുക. അപ്പോൾ അനുവായി. അങ്ങനെ 30 പേരും നിങ്ങൾ മാറ്റി ടൈപ്പ് ചെയ്യുക. 2 മാത്സ് സ്കോറാണ്. ആ മാത്ത് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ സബ്ജക്റ്റ്. മാത്സിന് പകരം ഇംഗ്ലീഷ് ആണെങ്കിൽ ENG എന്ന് കൊടുത്താൽ ഇംഗ്ലീഷായി. അങ്ങനെ ഹെഡിങ് മാറ്റി ഇതിൽ ഓരോ സ്കോറും നിങ്ങൾക്ക് വേറെ ടൈപ്പ് ചെയ്യാം. ഈ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 30ലാണ് സ്കോർ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ 30 മാർക്കിൻ്റെ ചുവടെയുള്ള സ്കോർ മാത്രമേ കൊടുക്കാവുള്ളൂ. 30ൻ്റെ മേലോട്ട് കൊടുക്കാൻ പാടില്ല. ഏത് വേണമെങ്കിലും കൊടുക്കാം, ഇഷ്ടമുള്ള കൊടുക്കാം. ആ സ്കോർ കൊടുക്കുന്ന സമയത്ത് ഇപ്പം 12 ഞാൻ മാറ്റിയിട്ട് ഒരു 24 കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതിങ്ങനെ മാറും. അപ്പോൾ ഇങ്ങനെ 30 സ്കോറും കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനത്തെ സ്കോർ ഞാൻ കൊടുത്തിരിക്കുന്നത്, അതായത് 30ാമത്തെ കുട്ടിയായത്. ഇവിടെ 31 വരാൻ കാരണം ഇവിടെ 1 തുടങ്ങുന്ന നെയിമിലാണ്. ശരിക്കും 30 കുട്ടികളാണുള്ളത്. അതുകൊണ്ടാണ് 31 സിയ വന്നത്. ആ സിയൻ്റെ സ്കോർ ഞാൻ 30ൽ 30 കൊടുത്തത്. അതും നിങ്ങൾ 30ൽ 30 തന്നെ കൊടുക്കണം. അതായത് ഈ ലാസ്റ്റത്തെ കളിയിലെ സ്കോർ അങ്ങനെ തന്നെ വേണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ടാണ് ഞാൻ അപ്പുറത്തെ പേഴ്സൻറ്റേജിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത്. സോ ഇതെന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല. ഇത് 30ൽ 30 ആവണം. ബാക്കി എല്ലാ സ്കോറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സ്കോർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. ഈ 15 എന്ന് പറയുമ്പോൾ 50% എന്നല്ലേ. ഇത് നിങ്ങൾ മാറ്റാൻ, അതായത് ഈ ഒരു സ്കോർ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കോർ അടിക്കുന്ന സമയത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പേഴ്സൻറ്റേജ് മാറും.
ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. 28 എന്ന് അടിച്ചു. എന്നിട്ട് ശരി കൊടുക്കുന്ന സമയത്ത് ആ 50% 93% 23 എടുത്തു, ഞാൻ മാറ്റി 20 എന്ന് കൊടുത്തു. ശരി കൊടുക്കുന്ന സമയത്ത് 20 അടുത്ത് 67% അതായത് ഈ കള്ളിൽ നിങ്ങൾ നമ്പർ അടിക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഞാൻ അങ്ങനെ അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് വെച്ച്, അതായത് ഞാൻ ഓൾറെഡി ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പെർസെൻറ്റേജ് മാത്രമല്ല, ഈ മീന്, മോഡ്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാം ഇതിനനുസരിച്ച് ഇവിടെ വന്നോളും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ സ്കോർ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. സ്കോർ കൊടുക്കുന്നതിനനുസരിച്ച് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും, മീൻ മാറും, മോഡ് മാറും, മീഡിയം മാറും, എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയണമെങ്കിൽ അന്ന് നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് സബ്മിറ്റ് ചെയ്താൽ പോരെ. പക്ഷേ നിങ്ങളിത് മാറുന്നതിനനുസരിച്ച് ഈ ഗ്രേഡ് മാറില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 80% എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബി ആയിരിക്കില്ല. കാരണം നോക്കി നോക്ക്, സ്കോർ ഗ്രേഡ് ഈ 90ൻ്റെ മേലോട്ട് കിട്ടുന്നത് A+ ആണ്. 80 മുതൽ 90 വരെ A ആണ്. 70 മുതൽ 80 വരെ B+ ആണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറില്ല. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് നമ്പേഴ്സ് മാറ്റി, അത് സ്കോർ മാറ്റിയ സമയത്ത് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയെങ്കിലും ഗ്രേഡ് മാറിയില്ല. അതെന്തുകൊണ്ടാണ് ഗ്രേഡ് മാറാണ്ടത്? വേറൊന്നുമല്ല, എനിക്കും ചെയ്യുന്ന അറിയാത്തതുകൊണ്ടാണ് സാധനം മാറാണ്ടത്. എനിക്ക് പറഞ്ഞൂടാ അതെങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് ഓരോന്നിലും പോയിട്ട് ഗ്രേഡ് നിങ്ങൾ മാറ്റണം. ഇപ്പോൾ 80 ആണെങ്കിൽ ഏതാ വരുമോ? A അല്ലേ വരുക. അപ്പം ബീൻ്റെ അടുത്ത് പോയിട്ട് അതിനെ A ആക്കണം. ഓക്കെ. ഈ 93% എന്ന് പറഞ്ഞാൽ C+ ആയിരിക്കില്ലല്ലോ. 93 എന്ന് പറഞ്ഞാൽ A+ ആയിരിക്കില്ലേ. അപ്പോൾ C+ൻ്റെ അടുത്ത് പോയിട്ട് C+ മാറ്റിയിട്ട് A+ ആക്കണം. ഓക്കെ. അതായത് ഗ്രേഡ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾ മാറ്റേണ്ടി വരും. അത് എന്തുകൊണ്ടങ്ങനെ മാറ്റേണ്ട വന്നേ എന്നൊക്കെ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. അത് മാത്രമേ നിങ്ങൾ മാറ്റേണ്ട കാര്യമുള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറും. പിന്നെ ഇതൊന്നും ഈ കളിയൊന്നും നിങ്ങൾ മാറ്റണ്ട. പിന്നെ ഈ ഫ്രീക്വൻസിയും ക്ലാസ് ഇൻ്റർവെല്ലും ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടുക. കാരണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളുടെ എണ്ണമാണ്. അതായത് 0 മുതൽ 5 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 5 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്, 10 മുതൽ 5 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അത് നിങ്ങളുടെ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ ശരിക്കുള്ള ഡാറ്റ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 30 കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളിവിടെ നമ്പർ കൊടുക്കുമ്പോൾ ഈ ഗ്രാഫ് ഓട്ടോമാറ്റിക്കായി മാറും. ഇപ്പം 10ൻ്റെ അടുത്ത് ഞാൻ 12 കൊടുത്തു, നേരത്തെ ഗ്രാഫ് അല്ല ഇത്, ഗ്രാഫ് ഓട്ടോമാറ്റിക്കായി മാറി. ഇതിപ്പോൾ നേരിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 7ൻ്റെ അടുത്ത് ഞാൻ ഒരു 4 എന്ന് കൊടുത്തു, നോക്കിക്കോളെ. ശരി കൊടുക്കുമ്പോൾ ഗ്രാഫ് മാറി. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫ്രീക്വൻസി കൊടുക്കുന്നതനുസരിച്ച് ഗ്രാഫ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, പേര് മൊത്തം മാറ്റുക. 2, സ്കോർ മൊത്തം മാറ്റുക. സ്കോർ മാറ്റുമ്പോൾ അവസാനത്തെ സ്കോർ എന്തായിരിക്കണം? 30 തന്നെ ആയിരിക്കണം. പിന്നെ ഗ്രേഡ് ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫ്രീക്വൻസി മാറ്റുക. ഇത്രയും കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പുതിയൊരു സാധനം നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. വേറെ ഒരു കാര്യമില്ല. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വേണം, അതായത് ഇതെങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായി മാറിയത്, ഇക്കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇറക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വർക്ക് ഡണ്ണായി കഴിഞ്ഞാൽ ഇവിടെ അതാ ശരി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ആവും. സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് നിങ്ങളെ ഇത് മാറ്റണം, പേര് മാറ്റണം. ചിലപ്പോൾ എൻ്റെ പേരായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതിനത് ഇവിടെ പോയിട്ട് ആദ്യം സേവ് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവിൽ ഓക്കെ. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് ഇതിൻ്റെ പേര് മാറ്റണം. അതിന് ഈ 3 ഡോട്ട് ഞെക്കുക. ഇവിടെ ഒരു പെൻസിലില്ലേ, അത് ഞെക്കുക. അവിടെ പോയിട്ട് നിങ്ങളെ പേരടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ സാധനം ഇവിടെ സേവ് ആയിക്കുണ്ടാവും. അപ്പോൾ സേവ് ആയ സാധനം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും നമ്മളിപ്പം ചെയ്ത സാധനം അപ്പു. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരും. ഓക്കെ, ഇതാണ് നമ്മളിപ്പം ചെയ്ത വർക്ക്.
നമ്മൾ ചെയ്ത വർക്കാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഡോട്ട് എടുക്കുക, അതിൽ ഇവിടെ കോപ്പി ലിങ്ക് എന്നുണ്ടാവും, ആ ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെല്ലുക, നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുക. എന്നിട്ട് അതിലുണ്ടാവും അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇവിടെ എവിടെയാണ് ഉണ്ടല്ലോ, സ്പ്രെഡ്ഷീറ്റ്. ഇവിടെ ഓൾറെഡി ഞാൻ സാധനം ചെയ്ത് വെച്ചേക്ക്. എങ്ങനെയാണ് അവിടെ പോയിട്ട് നമ്മൾ ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്താൽ മതി. അതിപ്പോൾ ഞാൻ വേറെ കാണിച്ചു തരാം. സ്പ്രെഡ്ഷീറ്റ് അല്ലാണ്ട് ഇപ്പോൾ വേറെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല ഉണ്ടാവുക, അതിൽ ആഡ് വർക്ക് ഉണ്ടാവില്ലേ, ആഡ് വർക്ക് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഇതായി ഇൻസേർട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഇൻസേർട്ട് ലിങ്ക് എടുക്കുക, നമ്മൾ കോപ്പി ചെയ്ത സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക, ആഡ് എന്ന് നോക്കി കഴിഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞാൽ സാധനം അങ്ങ് പോകും. ഇതൊന്ന് പോയേ, അപ്പോൾ അയ്യോ അപ്പോൾ ഇങ്ങനെ സാധനം വരും. ഇത് മൈക്രോ ടീച്ചിങ്ങിൻ്റെയാണ്. ഇതെല്ലാം ചെയ്യേണ്ടത് ഇതിപ്പം ഡിലീറ്റ് ആക്കി എങ്ങനെയാണ് അപ്പോൾ ഇത് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ടീച്ചേഴ്സിനൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ, അതായത് എങ്ങനെയാണ് ഈ ഫങ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണേണ്ടത്, അങ്ങനെ റിയൽ ട്യൂട്ടോറിയൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.